പ്രൈസ്. യാക്കോബ് ഒരൊറ്റ ഓട്ടോ ഓടി എന്ത് ചെയ്തു? പ്രൈസ് ലോർഡ്. അടുത്തൊരു സ്ഥലത്ത് ബേഥേലിൽ ചെന്ന് നിൽക്കുക. പ്രൈസ് ലോർഡ്. അവിടെ ചെന്നപ്പോൾ ലൂസ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങിയപ്പോഴാണ് തലയിൽ വെക്കാൻ തലയണ പോലുമില്ല. വീട്ടിൽ നേരെ സന്തോഷമായിട്ട് തലയണയൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങിയതാ. പക്ഷേ റൂട്ട് മാറിയപ്പോൾ കിടക്കുന്ന സ്ഥലം ഹല്ലേലൂയ എന്തായത്? കല്ലും മണ്ണും കൊണ്ട് നിറഞ്ഞു, ഇരുട്ട് നിറഞ്ഞ സ്ഥലമായി. കിടക്കുന്ന ഉറങ്ങുമ്പോൾ തലയണയായിട്ട് വെക്കാൻ തലയണ പോലും ഇല്ല. പക്ഷെ അന്ന് അവിടെ ഒരു കല്ലിനെ ദൈവം ഒരുക്കി കൊടുത്തു. സ്വർഗത്തിലെ ദൈവം യാക്കോബ് വാഗ്ദത്വം അനുഗ്രഹവും പ്രാപിച്ചപ്പോൾ പഴയ യാക്കോബല്ല, പുതിയൊരു യാക്കോബായി മാറി. ഏത് പ്രതികൂലമായ പ്രതിസന്ധികളുടെ നടുവിലും അതിനെ പോസിറ്റീവായി കാണാനുള്ള ഒരു കാഴ്ചപ്പാട് യാക്കോബിന്റെ അകത്ത് വന്നു അനുഗ്രഹത്തിലൂടെ. നീ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഏത് പ്രതിസന്ധിയാണെങ്കിലും, ഏത് പ്രതികൂലമാണെങ്കിലും, ഏത് കല്ല് പോലുള്ള അനുഭവമാണെങ്കിലും ഹല്ലേലൂയ അതിനെ തിരിച്ചു കാണുവാൻ, ആ നെഗറ്റീവിനെ അല്ല പോസിറ്റീവിനെ കാണാൻ നിനക്ക് സാധിക്കും. യാക്കോബ് കല്ലെടുത്തിട്ട് പറഞ്ഞത് കല്ലല്ല, ഈ സാഹചര്യം ഒരു കല്ല് പോലത്തെ സാഹചര്യം ആയിരിക്കാം നിന്റെ മുമ്പിൽ. നീ ഒന്ന് വായി തുറന്ന് പറ, ഇത് ഈ സാഹചര്യത്തെ ഞാൻ നോക്കി കൽപ്പിക്കുന്നു, ഇത് കല്ലല്ല, ഇത് തലയണയാണ്. ഇത് കല്ലല്ല, എൻ്റെ തലയ്ക്കും എനിക്കും ആശ്വാസം പകരുന്ന ഒരു വിഷയമായി ഇതിനെ ഞാൻ മാറ്റും. കേട്ടോ, ഇന്ന് നിങ്ങൾക്കത് സാധിക്കും, നിങ്ങൾക്കത് സാധിക്കും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു പവറുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ അകത്തുണ്ട്. ഇന്നത്തെ കല്ല് പോലുള്ള വിഷയത്തെ നോക്കി നീ വിളിച്ചു പറയണം, ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ഇതെനിക്ക് ഒരു ആശ്വാസമായി മാറും, ഇതെൻ്റെ തലയ്ക്കൊരു എണ്ണയായി മാറും, ഇതെൻ്റെ തലയ്ക്കൊരു താങ്ങായി മാറും, എൻ്റെ ലൈഫിലൊരു അനുഗ്രഹമായി ഇത് മാറും. ഇന്നത്തെ ഏത് കല്ല് പോലുള്ള വിഷയങ്ങളെയും പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ ജീവിതത്തെ നോക്കി നീ തന്നെ വിളിച്ചു പറയണം, നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. നിന്റെ കല്ല് പോലെ ഭയങ്കരമായ കഠിനമായി, നിന്റെ തലയ്ക്കൊരു ഭാരമായി, ഒരു വേദനയായിരിക്കുന്ന ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാ പറയുകയാണ്, അതിനെ ഒരു ആശ്വാസമാക്കി, ഒരു തലയണയാക്കി, ഒരു അനുഗ്രഹമാക്കി, അതിനൊരു ബ്ലെസ്സിംഗ് ആക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും.